ടയറിന് കിട്ടുന്ന പണി ഇതൊക്കെയാണ്. ടയറിന് പണി കിട്ടുന്ന നോക്ക്. ഇനി എങ്ങനെ ഊരിയെടുക്കും? ഓ, അടുത്ത പഞ്ചർ കിട്ടി നോക്കാം. ഒരു കമ്പി കൊണ്ട് കയറി റോട്ടിൽ നിന്നൊക്കെ വരുന്ന ചാടി വീഴുന്ന സാധനം. ഇത് ഞാൻ കുറേ വലിച്ചോടി കിട്ടുന്നില്ല. ഈ ടയറാണ് പഞ്ചർ കിട്ടിയത്. നമ്മൾ വാടാനപ്പള്ളി വെച്ച് നമ്മുടെ ടയർ താണ്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫ്ലാപ്പിന് കുഴപ്പമൊന്നുമില്ല. ട്യൂബ് എടുത്തങ്ങോട്ടെ. ഇനി അത്രയും വലിയ ആണി കയറിയല്ലേ. ആ അതാണോ ട്യൂബ് അല്ലേ? ആ അത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും മിക്കവാറും. ആ സാധനം കുത്തി ഇരുന്നിട്ടേ കറങ്ങിയില്ലേ, ട്യൂബ് പോയി. വേറെ ട്യൂബ് വേണ്ടല്ലോ ഇനിയിപ്പോൾ. ഇനി എനിക്ക് സൈഡിൽ വെട്ടിയിടാൻ പറ്റും. ഉള്ളിൽ പാച്ച് ഉണ്ടോ? പണ്ട് ആ ടയറിന് ഉള്ളു പോയിട്ടുണ്ടാവും ചിലപ്പോൾ. ആ പാച്ച് നല്ലൊരു ഇത് ഇടില്ലേ, വലിയ കാശ്. എന്നാലും ടയർ ഓടുള്ളൂ അല്ലേ? പണി കിട്ടില്ലേ? ഓടുക അവനൊക്കെ പിടിച്ചെടുത്ത സാധനമുണ്ട് അല്ലേ? അവനെ ഒട്ടിക്ക്. നല്ലൊരു കയറല കയറ്റില്ലേ ആ സാധനം. ചെരിഞ്ഞ് കയറിയിട്ടേ. രാത്രിക്കത്തെ കട കേട്ടോ, എടശ്ശേരി പറഞ്ഞ സ്ഥലത്ത് ഉള്ള കടയാ. രാത്രിയൊക്കെ ഉണ്ട്. മലയാളി തൊഴിലാളിയൊക്കെ നമ്മൾ തന്നെയാ. ഞാനിത് വീഡിയോ എടുത്താ എന്തിനാണെന്നറിയോ? ഞാൻ മറ്റേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പൊ ചുമ്മാ രാത്രിയുള്ള കടയാന്ന് പറഞ്ഞോണ്ട് ചുമ്മാ കൊല്ലം, പത്തനംതിട്ട, വടക്ക്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് വരെയുള്ള ആളുകളുണ്ട്. മലപ്പുറം സ്ഥിരമാണ്. അതിവിടെ ഒരു 17 ട്യൂബ് നെക്ക് പണിയായിട്ടുണ്ട്. നമ്മളെ ആൾക്കാർക്ക് തൃപ്തി അനുസരിച്ച് വരുള്ളൂ. നെക്ക് മാത്രം പണിയാൻ വേണ്ടി വരില്ല. അതിൽ പഞ്ചറായിട്ട് ധൈര്യം ഒട്ടിക്കാൻ വേണ്ടി വന്നിട്ടില്ല. നമ്മളെ തിരിച്ചു കൊടുക്കാം. ഞാൻ വീണ്ടും ട്യൂബ് വെട്ടിട്ടോ. ചുമ്മാ ഇപ്പോൾ വേറൊരു വണ്ടി പഞ്ചറോട്ടിക്കാനുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ഉണ്ടോ വീണ്ടും ഇത്രയും കൂടെ കൂട്ടി വെട്ടിയിട്ട് അവിടെ വെട്ടിയിട്ട് ഇവിടെ വെട്ടിയിട്ട് പിന്നെ അപ്പുറ സൈഡും വെട്ടിട്ടോ. അപ്പുറ സൈഡ് 2 സൈഡ് വെട്ടിയോ? അല്ല 1 സൈഡ് അല്ല 2 ഞാൻ വെട്ടിയിട്ടു. 2 സൈഡും വെട്ടിയിട്ടുണ്ട് ഞാൻ. കുഴപ്പമില്ല. പകല് കാണിക്കാൻ ഇതൊരു പാച്ച് ഒട്ടിക്കണം. ഇനി ഇനിയിപ്പോൾ ഇവിടുന്ന് പുനലൂർ ഓടിയത്തിവിടെ ഈ ഊപ്പാട് വരും മനുഷ്യൻ്റെ. വരയ്ക്കുന്ന കണ്ടോ, ഗ്രിപ്പാക്കുക. ഇതിന് റീസോൾ ചെയ്യാൻ പറ്റുമോ ഏട്ടാ? ഇത് പരമാവധി ഓടിത്തീർക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ഇത് എന്നിട്ടൊരു 6 മാസം കഴിഞ്ഞിട്ടേ പാച്ചൊന്ന് പറിച്ചു നോക്കിയായില്ലേ? അതവർക്കറിയാം. പൊട്ടിച്ചു കഴിഞ്ഞാൽ കമ്പനി സൈസ് പോലെ ഇരിക്കും. ആണോ? മാറ്റം ഉണ്ടാവില്ല. പിന്നെ ചെയ്യാം. പിന്നെ അവര് ഇത് അഴിച്ചിട്ട് അവര് വേറെ പേച്ച് അടിക്കും അല്ലേ? ചിലപ്പോ അഴിക്കേണ്ടി വരില്ല. ആണോ? അവര് ബാക്കില് ഉറച്ചു വരുമ്പോഴേ സംശയം ഉണ്ടെങ്കിൽ മാത്രം അവർ തേക്കും. അവർ ചൂടാക്കിയ പേച്ചാണ്. അപ്പൊ അതിന് കാശ് വരുന്നില്ല. മറ്റേ മുച്ചിന്റെ ഉള്ളിലോ ഒരുമിച്ച് ഷർട്ട് വരുമല്ലോ. നമ്മളത് ഈ സാധനം അവരിന് ഹീറ്റ് ചെയ്യുമ്പോ അടന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇവര് നടത്താൻ സാധ്യത 90%. ഇത് ഒരുപാട് ഓടിയിട്ടില്ലേ? ടയർ കണ്ടില്ലേ? ഓടിയാൽ ഇനി എത്ര ഓടാൻ ആള് പുലിയാണ്. ഇതിന് 4 വട്ടം റീസോൾ ചെയ്താലും ഒന്നും ആവൂല. ആ സ്ഥാനത്ത് റേഡിയോയിലോ ട്യൂബ്ലെസ്സോ വല്ല നടക്കുവോ? അതെ അതെ. ഒരഞ്ഞ് നൂല് കനാവില്ലേ, അത്ര കാലം തരും. അതാണ്
റെഡിയാക്കി സെറ്റ് ചെയ്തു. ഇനി കാറ്റ് ഫുള്ളായി കഴിഞ്ഞാൽ നേരെ എടുത്ത് കൊടുക്കുക, നേരെ പോവുക. ഒരു പഞ്ചർ മാത്രമുള്ള ട്യൂബ് വാങ്ങിയിട്ടോ, അതിന് 800 രൂപ. അവരത് ഒട്ടിച്ച പാച്ച് എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൂപ്പർ വാച്ച് ഒട്ടിച്ചിരിക്കണം. ആ പാച്ച് അത് 500 രൂപ. അപ്പോൾ എത്രയായി? 1300 രൂപ. പിന്നെ ടയർ അയച്ച് പിറ്റേന് 200 രൂപ, 1500 രൂപ. പിന്നെ 100 രൂപ മെഷീൻ അയക്കാനും പിടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ 1700 രൂപ ബില്ല്. ഒരാണി അല്ല, ആ ഒരു കമ്പി ഒന്ന് കുത്തിക്കയറ്റി സംഭവം ഉണ്ടാക്കിയതാണ്. 1700 രൂപയാണ് ആ ഒരു കമ്പി കാരണം നമുക്ക് പറ്റിയത്. ഇതൊക്കെ നമ്മുടെ ട്രിപ്പ് ബാലൻസാണ് മൈനസാവുക. 10-15 ബാലൻസ് കിട്ടുമ്പോൾ 1700 പോയാൽ 15 പോയാൽ ബാക്കി 13,300 ഉള്ളൂ. മാരേജ് വെക്കണം. ഇതൊക്കെയാണ് അവസ്ഥകൾ. നാലുമണി ഇവിടെ ഇപ്പോൾ എറണാകുളം വൈറ്റിലാട്ടോ, വൈറ്റിലെത്തി. അവിടെ വരാപ്പുഴ എത്തിയപ്പോൾ ഒന്ന് നിർത്തി ഞാൻ നോക്കി. ആ ടയർ ചൂടുണ്ടോന്നൊക്കെ നിർത്തി നോക്കി, കുട്ടിയൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. ചായയും കുടിച്ചു. ഇനി നേരെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ എങ്ങനെ ചെന്നിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വെച്ചില്ല. ആലപ്പുഴയിൽ നിന്ന് നേരെ അമ്പലപ്പുഴയിൽ നിന്ന് തിരുവല്ല, ചെങ്ങന്നൂർ, അങ്ങനെ പന്തളാട് ഒരു വഴിക്ക് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കണേ. അതിൻ്റെ കായംകുളം വഴിയും പോവാം, 2 റൂട്ടിലും പോവാം. ആലപ്പുഴ ബൈപ്പാസ് എത്തിട്ടോ. 4:05 ആലപ്പുഴ ബൈപ്പാസ്. ഇനിയിപ്പോൾ ഒരു 110 കിലോമീറ്റർ ഉണ്ടാവും. പുനലൂര് 110 കിലോമീറ്റർ ആകുമ്പോൾ 2.5 മണിക്കൂർ. സമയമുണ്ട് നമുക്ക് പോകാൻ, ഓടിപ്പോകാൻ സമയമൊക്കെ ഉണ്ട്. രാവിലെ ഇപ്പോൾ ഇവിടെ ആലപ്പുഴയ്ക്ക് തൊട്ട് മുന്നേ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഒരു രാത്രി കടയുണ്ട്. അവിടെ നിന്ന് നല്ല സൂപ്പറായിട്ട് അപ്പവും കടലക്കറി കട്ടൻ ചായ കുടിച്ചു. അപ്പം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഉറക്കം വന്ന് ഉറക്കം വരും. കാരണം ആ ടയർ ഇതായപ്പോൾ അവിടെ ഒരു 2 മണിക്കൂർ 2-2.5 മണിക്കൂർ പോയി. 3 മണിക്കൂറിനും പോയിട്ടുണ്ടാവും. വേറെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ വണ്ടി വെച്ചിട്ട് എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സ്റ്റെപ്പിന് ഇന്നാൾ പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ മൾട്ടിയാക്സിൽ നിന്ന് മറ്റേ വെയിൽ പൊക്കി വെച്ചേച്ച് പിന്നെ നമ്മൾ ആ ടയർ എടുത്തിട്ട് അങ്ങോട്ട് വരണം. അപ്പോൾ ഇത്രയും വെയിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ദൂരം വീണ്ടും 220 കിലോമീറ്റർ 230 കിലോമീറ്റർ അവിടെ നിന്ന് ഓടണേ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാണ്ട് നേരെ പോകുന്നത്. എന്തായാലും ആ സമയം വൈകല് നല്ല വൈകലായിപ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ കളിക്കാം 3 മണിക്കൂർ എനിക്ക് സുന്ദരമായിട്ട് ഞാൻ ഈ നേരം കൊണ്ട് ഈ നേരത്തെ ഞാനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പൊന്നിലെത്തിയിട്ട് വണ്ടി സൈഡൊക്കെ ഞാൻ കിടന്നുറങ്ങുന്നുണ്ടാവും. ഒരു 3-4 മണിക്കൂർ ഉറക്കം കിട്ടിയാണ് സുഖമായിട്ട്. എന്തായാലും പോയോട്ടെ. നമ്മൾ 5:45-6 മണിയായിട്ട് നമ്മൾ കായംകുളം എത്തി. ഉറക്കം വന്നിട്ട് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അതാ അവസ്ഥ. ഈ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയാം. ടൗണിലൂടെ കൂടെ പോയിട്ട് ആ റോഡ് വേണം പോകാൻ.
അവിടെ പുനലൂരെത്താറായിട്ട് അവിടെ കുന്നിക്കോട് എത്താറായി. ഒരു തമിഴൻ വണ്ടി കുറച്ച് നേരം കേട്ടോ പുറകെ കിടന്ന് കയറ്റിവിടാൻ. ഈ വളവും തിരിവാകുമ്പോൾ നമ്മളെന്തോ ചെയ്യാൻ അതിലൂടെ വെച്ചോണ്ടല്ലേ. അവൻ പുറകെ കിടന്ന് ഓടിയാ ഗ്യാപ്പുണ്ട്. കയറി പൊക്ക അൾട്രാ ഡീലക്സ് ആട്ടോ, ലുക്കില്ലെന്നുള്ളൂ. പെരുമ്പോക്കാണ് പോവുക. നമ്മളെ കിങ് വരുന്നപ്പോഴേക്കും ലൈറ്റ് ഇട്ട് വണ്ടി പോയി വേവർജി കൊണ്ടുപോയി തൂക്കിയിട്ട് സിവിൽ സപ്ലൈയുടെ ഗോഡൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടുത്തെ സാറിനെ വിളിച്ചായിരുന്നു. നമ്മളിവിടെ ഇപ്പോൾ വന്ന് റെയിൽവേ സ്റ്റേഷൻ റോഡിലോട്ടാണ് പോകേണ്ടത്. മോളിൽ നിന്ന് ഒരു ചെറിയ വഴിയായിട്ട് ഇവിടെ കാണുന്നത്. ചെറുതല്ല കേട്ടോ, വഴി എളുപ്പമൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിയപ്പോഴേ ചെറിയ വഴി പോലെ തോന്നി. ഇതാണ് അവിടെ പുനലൂര് റെയിൽവേ സ്റ്റേഷനാട്ടോ, ആ റോഡാട്ടത്. ഇതുകൊണ്ടൊക്കെ പാളമൊക്കെ ഇവിടെ തന്നെ അല്ലേ. ഞാൻ ആദ്യമായിട്ട് കാണാം. ഇത്രയും കാലത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിങ്ക് പോലീസ് അവരുണ്ടോ? അല്ലേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഒരു വെയർ ഹൗസ് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയാണല്ലോ ഇറക്കേണ്ടത്. വണ്ടി വേവറേജൊക്കെ പോയി തൂക്കി. 37,550 ടോട്ടൽ വെയിറ്റ്. നമുക്ക് 10 എണ്ണേ ഉള്ളൂ വെയിറ്റ് വരിക. 10 എണ്ണം ചിലപ്പോൾ 100 കിലോയൊക്കെ നമ്മുടെ കാലിൽ തൂക്കം ഉണ്ടാവില്ല. ഞാൻ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊന്നും ഇല്ലല്ലോ ബോഡിക്കകത്ത്. ചെറിയ ഒരു ക്യാരിയറും ഇതും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു വഴി താഴത്തോട്ട് പോകുന്നുണ്ടല്ലോ, അതെങ്ങാനും ആയിരിക്കും. പോയി നോക്കാല്ലേ മുന്നിൽ തന്നെ. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് വേറെ വഴി ഉണ്ടായാൽ മതിയായിരുന്നു. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണേ. ലെഫ്റ്റിക്ക് താഴത്തോട്ട് വഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് ആണോ അറിയത്തില്ലല്ലോ. ഇവിടെ ചോദിച്ചു നോക്കാം. ചേട്ടനോട് വെച്ചില്ല. ഈ സിവിൽ സപ്ലൈസിന്റെ ഒരു വെയർ ഹൗസ് ഇല്ലേ, വെയർ ഹൗസ് അവിടുന്ന് ലെഫ്റ്റാ? അല്ല, നമുക്ക് തെറ്റിയിട്ടില്ല കേട്ടോ. റെയിൽവേ പോലീസ് സ്റ്റേഷൻ. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. എൻ്റെ ചെറിയ കയറ്റമൊക്കെ. അതെ, വേറെ ഇങ്ങനെ എവിടെയാണാവോ? താഴത്തേക്ക് പോവാ അല്ലേ? താഴെ ആയിരിക്കും വലിയ കൂടുതൽ. ഇതൊക്കെ ഓഫീസറായിരിക്കും. നമ്മളിവിടെ എത്തി. ഇനി പായ കഴിക്കട്ടെ പോയിട്ട്.
ലോഡ് ഇറക്കാൻ വെച്ചിട്ടോ. ഇനിയിപ്പോൾ വേഗം ഇറക്കിക്കോളൂ വരും. ഇറക്കി കഴിഞ്ഞാൽ തൂത്തുക്കുടി.